transformation and waiting to correct model inadequacies. Assumptions of regression analysis: linearity, constant error variance, independent error terms, normal errors, no multicollinearity, exogeneity. Regression analysis ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ അസംഷൻസുകൾ ഫോളോ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ റിഗ്രഷൻ അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മളിപ്പോൾ റിഗ്രഷൻ അനാലിസിസിൽ ഈ പറഞ്ഞ അസംഷൻസുകൾ വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു റെസിഡ്വൽ എഗെയിൻസ്റ്റ് ഫിറ്റഡ് വാല്യൂസ് വെച്ച് നോക്കിയിട്ട് അത് ലീനിയർ ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ സ്ട്രേറ്റ് ലൈനിനൊപ്പം അല്ല കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലീനിയർ അല്ല എന്നായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഈ ഗ്രാഫിക്കൽ മെത്തേഡ്സുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താണ് റിഗ്രഷൻ അനാലിസിസ് ഈ അസംഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പൊ ഈ റിഗ്രഷൻ അനാലിസിസിന്റെ അസംഷൻസ് വയലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് റെസ്പോൺസ് വേരിയബിളിനെ അല്ലെങ്കിൽ റിഗ്രസറിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് ചെയ്യും. അത് ആ അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തന്നെ. Various stabilizing transformation. The assumption of constant variance is a basic requirement of regression analysis. ബേസിക് നമ്മൾ റിഗ്രഷൻ അനാലിസിസിലുള്ള ഒരു ബേസിക് റിക്വയർമെന്റ് ആണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വേരിയൻസ് എന്ന് പറയുന്നത്. ഈ വയലേഷൻ വരാനായിട്ടുള്ള കാരണം എ കോമൺ റീസൺ ഫോർ ദി വയലേഷൻ ഓഫ് ദി അസംപ്ഷൻ ഈസ് ഫോർ ദി റെസ്പോൺസ് വേരിയബിൾ y ടു ഫോളോ എ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ദ വേരിയൻസ് ഇസ് ഫങ്ഷണലി റിലേറ്റഡ് ടു ദി മീൻ. അതായത് y ഫോളോ ചെയ്യുന്ന ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷണൽ റിലേറ്റഡ് ടു അതിന്റെ മീൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വയലേഷൻ സംഭവിക്കാനായിട്ടുള്ള ഒരു കാരണം. Since the mean of y is related to the regress variable x, the variance of y will be proportional to x. Variance stabilizing transformations നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ വേരിയൻസ് സ്റ്റെബിലൈസിങ് ട്രാൻസ്ഫോർമേഷൻസ് യൂസ്ഫുൾ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഇപ്പൊ y ഫോളോ ചെയ്യുന്ന ഒരു പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന്റെ മീനും വേരിയൻസും സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെ സെയിം ആയിട്ട് വരുന്ന കണ്ടീഷനിൽ y ഡാഷ് ഇസ് ഇക്വൽ ടു റൂട്ട് y എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വേരിയൻസും മീനും ട്രാൻസ്ഫോർമേഷൻ ചെയ്തതിന് ശേഷം മീനും വേരിയൻസ് സെയിം ആയിരിക്കില്ല. അപ്പൊ അതൊരു പ്രൊപ്പോർഷണൽ ടു എക്സ് വൈ വിൽ ബി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല. അത് റെക്ടിഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷനായിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ അത് മാറും. അപ്പൊ അങ്ങനെയൊക്കെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഇങ്ങനെ ഒരു വയലേഷൻ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇതില് ഡബിൾ ബോ പാറ്റേൺ വരുന്ന ഫിഗർ ഉണ്ടല്ലോ. ഇതെന്ന് പറയുന്നത് ആ ലീനിയാരിറ്റി വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലീനിയാരിറ്റി വയലേറ്റ് ചെയ്യുമ്പോൾ തന്നെ വേരിയേഷനിലും വ്യത്യാസം വരും. കോൺസ്റ്റന്റ് വേരിയൻസ് ആയിരിക്കില്ല ഈ ഒരു ഫിഗർ ഈ ഒരു ഡാറ്റ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വൈ ഡാഷിനെ സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് വൈ എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ നമുക്ക് ഈ ഒരു വയലേഷനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം വേണം നമ്മൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടി. ഈ ടേബിളിലുള്ളത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില വേരിയൻസ് സ്റ്റെബിലൈസിങ് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഇപ്പൊ ഒരു സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അവിടെ ഒരു വയലേഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തേണ്ട ആവശ്യമില്ല. ഇനി സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു മീനിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമ്മൾ വൈ സ്റ്റാർ ഇസിക്വൽ ടു റൂട്ട് വൈ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫോം ചെയ്യേണ്ടി വരും നമ്മൾ റെസ്പോൺസ് വേരിയബിളിന്. ഇനി സിഗ്മ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഇൻറ്റു 1 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്നാണെങ്കിൽ വൈ സ്റ്റാർ ഇസ് ഇക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് വൈ എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തണം. ഇനി സിഗ്മ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ ആണെങ്കിൽ വൈ സ്റ്റാർ ഇസ് ഇക്വൽ ടു
ln of y അതായത് log of y എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. സിഗ്മ സ്ക്വയർ അതായത് നമ്മളെ വേരിയൻസ് പ്രൊപ്പോർഷണൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് y ഹോൾ ക്യൂബ് ആണെങ്കിൽ y സ്റ്റാർ ഇസ് ഇക്വൽ ടു 1/√y എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. സിഗ്മ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് y ഹോൾ റേസ് ടു 4 ആണെങ്കിൽ y സ്റ്റാർ ഇസ് ഇക്വൽ ടു 1/y എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈലേഷനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. Sometimes we can use prior experience or theoretical considerations to guide us in selecting an appropriate transformation. However, in many cases, we have no a priori reason to suspect that the error variance is not constant. Our first indication of the problem is from inspection of scatter diagrams or residual analysis. In these cases, the appropriate transformation may be selected empirically. The effect of the transformation is usually to give more precise estimates of the model parameters and increased sensitivity for the statistical test. നമുക്ക് ഈ പറഞ്ഞ അസംഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ പ്ലോട്ട് ചെയ്യുക. സ്കാറ്റർ ഡയഗ്രാം അല്ലെങ്കിൽ റെസിഡ്വൽ അനാലിസിസ് വഴി നമ്മൾ സ്കാറ്റർ ഡയഗ്രാമിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വേരിയൻസ് കോൺസ്റ്റന്റ് ആണോ അല്ലെങ്കിൽ ലീനിയാരിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനുശേഷമാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ an electric utility company is interested in developing a model that relates peak hour demand to total energy usage during the month. This relationship is important for the company because they have to plan their generation system for the peak usage while customers are charged for the total energy they use. The data set electric utility contains observations on 53 residential customers for the month of August. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മൾ സ്കാറ്റർ പ്ലോട്ടും റെസിഡ്വൽ പ്ലോട്ടും പ്ലോട്ട് ചെയ്തപ്പോൾ എന്താണ് ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് റെസിഡ്വൽ പ്ലോട്ടിലൂടെ കാണിക്കുന്നത്. അതായത് റെസിഡൽ വേരിയൻസ് ഇൻക്രീസ് വിത്ത് ദി റെസ്പോൺസിന്റെ എണ്ണം കൂടുന്തോറും നമ്മളുടെ വേരിയൻസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് വേരിയേഷൻ എന്ന് പറഞ്ഞൊരു അസംഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അവിടെ ഒരു വയലേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പൊ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മൾ റെസിഡ്വൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ഈ ഒരു വേരിയൻസിന്റെ അസംഷൻ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഇപ്പൊ ഈ പ്ലോട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് ആ റെസിഡൽ പ്ലോട്ട് നോക്കിയപ്പോൾ മനസ്സിലായി അവിടെ ഒരു വയലേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ റെസ്പോൺസ് വേരിയബിളിന് കൊടുക്കുകയാണ്. ഒന്ന് ലീനിയർ ഗ്രോത്ത്, അതായത് സ്ക്വയർ റൂട്ട് ചെയ്യും, ഒന്ന് ലോഗ്, ഒന്ന് റെസിപ്രോക്കൽ സ്ക്വയർ റൂട്ട് ചെയ്യും. ഇങ്ങനെ 3 ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മൾ ആ റെസ്പോൺസ് വേരിയബിളിന് കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ 3 ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിട്ടുള്ള റെസിഡൽ പ്ലോട്ട് നമ്മൾ നോക്കിയപ്പോൾ സ്ക്വയർ ട്രാൻസ്ഫോർമേഷന്റെ ആണ് ഫസ്റ്റ് കിടക്കുന്നത്, ലോഗ് ട്രാൻസ്ഫോർമേഷന്റെ സെക്കൻഡ്, ഇൻവേഴ്സ് സ്ക്വയർ റൂട്ട് ട്രാൻസ്ഫോർമേഷന്റെ ആണ് തേർഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഇത് നോക്കുമ്പോൾ ഏകദേശം ഏതായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വേരിയൻസ് നമുക്ക് തോന്നുന്നത്? ഒരു സ്ക്വയർ റൂട്ട് ട്രാൻസ്ഫോർമേഷന്റെ ആണ് കുറച്ചും കൂടി ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പ്ലോട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം ഇവിടെ കുറച്ചുകൂടി വേരിയേഷൻസ് കുറവായിട്ടുള്ള പോലെയാണ് നമുക്ക് തോന്നുന്നത്. ബാക്കി എല്ലാത്തിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചും കൂടിയും ബെസ്റ്റ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ നമ്മളുടെ മോഡൽ ആദ്യം y ഈക്വൽ ടു β0 പ്ലസ് β1x പ്ലസ് എപ്സിലോൺ ആയിരുന്നു. അത് ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം നമ്മളുടെ മോഡൽ എന്ന് പറയുന്നത് റൂട്ട് y ഇസ് ഈക്വൽ ടു β0 പ്ലസ് β1x പ്ലസ് എപ്സിലോൺ എന്നായിരിക്കും. Transformations to linearize the model. The assumption of a linear relationship between y and the regressor is a usual starting point in regression analysis. Non-linearity may be dictated by the lack of fit test from scatter diagrams, the metrics of scatter plot, or residual plot such as partial regression plot. In some cases, a non-linear function can be linearized
By using a suitable transformation, such nonlinear models are called interestingly or transformably linear. Several linearizable functions are shown. For example, if the scatter plot of y against x suggests an exponential relationship, then an appropriate model would be y equal to beta naught e raised to beta 1 x epsilon. This model is interestingly linear because it is equivalent to log y is equal to log beta naught plus beta 1 plus log epsilon. ഇപ്പം നമ്മൾ അടുത്തൊരു എക്സംഷൻ ആണ് ലീനിയാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീനിയാരിറ്റി വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് വീണ്ടും സ്കാറ്റർ പ്ലോട്ടോ അല്ലെങ്കിൽ റെസിഡ്യൂവൽ പ്ലോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ലീനിയാരിറ്റി വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡാറ്റ പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയൊരു മോഡലാണ് y ഈക്വൽ ടു ബീറ്റ നോട്ട് ഇ റേസ് ടു ബീറ്റ 1 എക്സ് എപ്സിലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ലീനിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഗ് y എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ മോഡൽ ലീനിയർ ആയിട്ട് കിട്ടും. ഇപ്പോൾ ലോഗ് y ഇസ് ഇക്വൽ ടു ഇപ്പോൾ y ഈക്വൽ ടു ബീറ്റ നോട്ട് ഇ റേസ് ടു ബീറ്റ 1 എക്സ് എപ്സിലോണിന് ലോഗ് എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്തപ്പോൾ ലോഗ് y ഇസ് ഈക്വൽ ടു ലോഗ് ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 എക്സ് പ്ലസ് ലോഗ് എപ്സിലോൺ എന്ന് പറഞ്ഞ ഒരു ലീനിയർ മോഡൽ നമുക്ക് കിട്ടി. കോമൺ ഇൻട്രസ്റ്റിംഗ്ലി ലീനിയർ മോഡൽ ആൻഡ് റിക്വയർഡ് ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലീനിയർ മോഡൽസും അതിൻ്റെ റിക്വയർഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ പറയുന്നത്. y ഈക്വൽ ടു ബീറ്റ നോട്ട് എക്സ് റേസ് ടു ബീറ്റ 1 അതെന്ന് പറയുന്നതാണ് ട്രൂ റിലേഷൻഷിപ്പ്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ പ്ലോട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ മോഡലാണ് y ഈക്വൽ ടു ബീറ്റ നോട്ട് എക്സ് റേസ് ടു ബീറ്റ 1 എന്ന് പറയുന്നത്. അതാണ് ട്രൂ വൈയും എക്സും തമ്മിലുള്ള ട്രൂ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇനി നമ്മൾ പക്ഷെ അത് ലീനിയർ അല്ല, നമ്മളിതിനെ ലീനിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്താണ്. അതായത് വൈക്ക് ലോഗ് വൈ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തും. ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം y ഡാഷ് ഇസ് ഇക്വൽ ടു ലോഗ് ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 എക്സ് എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ഫോംഡ് ലീനിയറൈസ്ഡ് മോഡൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് y ഈക്വൽ ടു ബീറ്റ നോട്ട് ഇ റേസ് ടു ബീറ്റ 1 എക്സ്. ഇതിനെ നമ്മൾ ലീനിയർ ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ലോഗ് y എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലോഗ് ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീനിയറൈസ്ഡ് മോഡൽ ആയിരിക്കും കിട്ടുന്നത്. ഇനി y ഈക്വൽ ടു ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 ലോഗ് എക്സ്. അതിന് നമുക്ക് ലീനിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിനാണ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നത്. എക്സിന് ലോഗ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുമ്പോൾ y ഡാഷ് ഇസ് ഇക്വൽ ടു ലോഗ് ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരു മോഡൽ നമുക്ക് കിട്ടും. ഇനി y ഈക്വൽ ടു എക്സ് ബൈ ബീറ്റ നോട്ട് എക്സ് മൈനസ് ബീറ്റ 1 എന്ന് പറഞ്ഞൊരു മോഡലാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ട്രാൻസ്ഫോം ചെയ്തിട്ട് y ഡാഷിനെ 1 ബൈ വൈ എന്നും എക്സ് ഡാഷിനെ 1 ബൈ എക്സ്, അതായത് എക്സിനെ 1 ബൈ എക്സ് എന്നും വൈനെ 1 ബൈ വൈ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുമ്പോൾ y ഡാഷ് ഇക്വൽ ടു ബീറ്റ നോട്ട് മൈനസ് ബീറ്റ 1 എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ഫോംഡ് മോഡൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. Determine which transformation is needed is also a trial and error process. അതായത് ഏത് ട്രാൻസ്ഫോർമേഷൻ ആണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിലൂടെയാണ്. നമ്മൾ ആദ്യം ഒരു സ്കാറ്റർ പ്ലോട്ട് അല്ലെങ്കിൽ റെസിഡൽ പ്ലോട്ട് നമുക്ക് നോക്കും. അതിനുശേഷം പല ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ നടത്തി നോക്കും. ഇപ്പം മുമ്പത്തെ ഒരു സ്ലൈഡിൽ കണ്ട പോലത്തെ ആ ടേബിളിൽ കണ്ട പോലത്തെ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നമ്മൾ ഓരോന്ന് ട്രാൻസ്ഫോം ചെയ്ത് അതിനും റെസിഡൽ പ്ലോട്ടും സ്കാറ്റർ പ്ലോട്ടും ഒക്കെ പ്ലോട്ട് ചെയ്ത് നമ്മൾ നോക്കും. അതിനുശേഷം നമുക്ക് വേണ്ടത് ഹൈ ആയിട്ടുള്ള ഒരു ആർ സ്ക്വയർ വാല്യൂ, ലോ മീൻ സ്ക്വയർ റെസിഡ്വൽ വാല്യൂ, ലാർജ് എഫ് സ്റ്റാറ്റിസ്റ്റിക് ആണ് വേണ്ടത്. ഓരോ ട്രാൻസ്ഫോർമേഷനും നമ്മൾ ഈ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. കമ്പയർ ചെയ്തിട്ട് ഏത് ട്രാൻസ്ഫോർമേഷൻ്റെ ഈ പറയുന്ന വാല്യൂസ് ആണ് കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും ഇതിന് ആ ഡാറ്റയ്ക്ക് ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദി വിൻഡ്മിൽ ഡാറ്റ. An engineer is using a windmill to generate electricity. She has collected data on the DC output of the windmill and the corresponding wind velocity. The data are available in windmill on the course website. ഒരു ഇതാണ് ഒരു എക്സാമ്പിൾ.
ഇതിന് നമ്മളൊരു സ്കാറ്റർ പ്ലോട്ട് ഓഫ് ദി ഡാറ്റ ഷോസ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിഡിക്റ്റർ ആൻഡ് റെസ്പോൺസ് ഇസ് ക്ലിയർലി നോട്ട് ലീനിയർ. ദി കർവ് പാറ്റേൺ ഇസ് ഈവൻ മോർ പ്രൊണൗൺസ്ഡ് ഇൻ ദി കറസ്പോണ്ടിങ് റെസിഡൽ പ്ലോട്ട്. അതായത് നമ്മൾ ഇതിനെ ഒരു സ്കാറ്റർ പ്ലോട്ട് വരച്ച് ഇതാണ് ആ പറഞ്ഞ ഡാറ്റയുടെ സ്കാറ്റർ പ്ലോട്ട് റെസിഡൽ പ്ലോട്ടും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ലീനിയർ അല്ല, ആ ഫിറ്റഡ് വാല്യൂസിൽ നിന്നും കുറച്ച് പോയിന്റ്സ് കുറച്ച് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ലീനിയർ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇതിനെ ഈ റെസ്പോൺസ് വേരിയബിളിനെ ഏത് ട്രാൻസ്ഫോർമേഷൻ കൊടുത്താലാണോ ബെസ്റ്റ് ഫിറ്റ് ആയിട്ട് ബെസ്റ്റ് ഫിറ്റ് മോഡലിൽ കിട്ടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രാൻസ്ഫോർമേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ഏതാണ് ബെസ്റ്റ് ഫിറ്റഡ് മോഡലിന് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആ ഡാറ്റയ്ക്ക് ആ മോഡലിന് നമ്മൾ പല ട്രാൻസ്ഫോർമേഷൻസും കൊടുത്തു. ട്രാൻസ്ഫോർമേഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ആർ സ്ക്വയർ വാല്യൂ മെയിൻ സ്ക്വയർ റെസിഡൽ വാല്യൂ എഫ് സ്റ്റാറ്റിസ്റ്റിക് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ y ഈക്വൽ ടു ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1/x എന്ന് പറഞ്ഞ മോഡലിനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള വാല്യൂസ്. അതായത് ആർ സ്ക്വയർ നമുക്ക് ഏറ്റവും ഹൈ ആയിട്ടിരിക്കണം, മീൻ സ്ക്വയർ റെസിഡൽ വാല്യൂ ഏറ്റവും ചെറുതായിരിക്കണം, എഫ് സ്റ്റാറ്റിസ്റ്റിക് ഏറ്റവും ഹൈ ആയിരിക്കണം. എന്നാൽ മാത്രമേ അതൊരു ബെസ്റ്റ് ഫിറ്റ് മോഡൽ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ നടത്തിയ y ഈക്വൽ ടു ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1/x എന്ന് പറഞ്ഞ മോഡലിനാണ് ഈ മോഡലിലാണ് ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്നത്. റെസിപ്രോക്കൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്തതിന്റെ സ്കാറ്റർ പ്ലോട്ട് റെസിപ്രൽ പ്ലോട്ടാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. രണ്ട് പ്ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോംഡ് മോഡലാണ് 1/x, അതായത് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 1/x എന്ന് പറഞ്ഞ ട്രാൻസ്ഫോംഡ് മോഡൽ. ദി ബോക്സ് കോസ് മെത്തേഡ്. ചില സിറ്റുവേഷനിൽ നമ്മൾ ഏതാണ് ബെസ്റ്റ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ അറിയാത്ത പ്രോബ്ലത്തിൽ നമ്മൾ ഈ ബോക്സ് കോസ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. അതിൽ പോസിബിൾ ആയിട്ടുള്ള പവർ ട്രാൻസ്ഫോർമേഷൻ അതായത് നമ്മൾ റെസ്പോൺസ് വേരിയബിളിൽ പവർ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടായിരിക്കും നമ്മൾ ഡാറ്റ മോഡലിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. yi raised to lambda equal to yi lambda minus 1 divided by lambda y tilde raised to lambda minus 1 where lambda does not equal to 0 and y tilde log yi where lambda equal to 0. The optimal transformation parameter lambda and the parameters of the least square regression model y raised to lambda is equal to x beta plus epsilon are computed simultaneously through maximal likelihood estimation. നമുക്ക് നമ്മുടെ മോഡലിലുള്ള പാരാമീറ്റേഴ്സും ലാംഡയും മാക്സിമം ലൈവ്ലിഹുഡ് എസ്റ്റിമേഷൻ വഴി അതിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യാവുന്നതാണ്. ദിസ് മെത്തേഡ് വർക്ക്സ് ഓൺലി ഇഫ് ദ റെസ്പോൺസ് y takes on only positive values. y എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. If the response takes on some negative values, add an appropriately large constant to all observation as a pre-transformation. ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നതിനെക്കാട്ടും മുമ്പ് നമ്മളൊരു ലാർജ് കോൺസ്റ്റന്റ് എല്ലാ വാല്യൂസിനും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ഈ പറയുന്ന റെസ്പോൺസ് വേരിയബിളിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ലാംഡയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് വൈക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഇപ്പം ലാംഡയുടെ വാല്യൂ -2 ആവുന്ന കേസിൽ ട്രാൻസ്ഫോർമേഷൻ 1/y²ഉം -1 ആണെങ്കിൽ 1/yയും -1/2 ആണെങ്കിൽ 1/√y, 0 ആണെങ്കിൽ log yയും 1/2 ആണെങ്കിൽ √y, 1 ആണെങ്കിൽ y, 2 ആണെങ്കിൽ y². അങ്ങനെ നമുക്ക് ലാംഡയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് നമ്മൾ റെസ്പോൺസ് വേരിയബിളും അതിന്റെ ട്രാൻസ്ഫോർമേഷനും മാറിക്കൊണ്ടിരിക്കും. Weighting. When the errors are uncorrelated but have unequal variances, that is, variance of E is a diagonal matrix, but variance of E is equal to sigma square of I.
Weighting is another effective way of handling the non-constant variance. For example, consider the following model: y equal to beta naught plus beta 1x plus epsilon, where epsilon follows n0 x sigma square, where the predictor takes only positive values. Assume a sample of n data points xi, yi from it. Yi is equal to beta naught plus beta 1 xy plus epsilon I, where epsilon I follows n0 xi sigma square. Then variance of y is equal to variance of e is equal to sigma square of diagonal x1, x2, etc. xn. To stabilize the variance, let epsilon I dash is equal to epsilon I by root xi that follows n0 sigma square, which are uncorrelated. നമുക്കൊരു മോഡൽ എപ്സിലോൺ ഐ ഫോളോ ചെയ്യുന്നത് 0 xi സിഗ്മ സ്ക്വയർ ആണെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വേരിയൻസ് അല്ല വരുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തി. എപ്സിലോൺ ഐ ഡാഷ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തി. അതായത് എല്ലാത്തിനെയും റൂട്ട് xi കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളുടെ മോഡലിൽ എപ്സിലോൺ എന്തായിരിക്കും? കോൺസ്റ്റന്റ് വേരിയൻസ് ആയിട്ട് മാറും. The original model can be rewritten as yi by root xi is equal to beta naught by root xi plus beta 1 root xi plus epsilon I dash. Epsilon I dash is equal to epsilon I divided by root xi. മുമ്പത്തെ പേജിൽ നമ്മൾ കണ്ടു. The total least square criterion is summation I from 1 to n yi by root xi minus beta naught 1 by root xi minus beta 1 root xi whole square is equal to summation I from 1 to n 1 by xi into yi minus beta naught minus beta 1 xi whole square. Correspondingly, we have obtained a weighted least square problem. Minimum of beta naught cap beta 1 cap summation I from 1 to n wi into yi minus beta naught cap minus beta 1 cap xi whole square, where wi is equal to 1 by xi are the weights of different observations. Similarly, for the model y is equal to beta naught plus beta 1x plus epsilon, where epsilon follows n0 x square sigma square, a sample of n data points x1, y1 from it. yi is equal to beta naught plus beta 1 x1 plus epsilon I, where epsilon I follows n0 xi square sigma square. The correspondingly weighted least squares problem is minimum of beta naught cap, comma, beta 1 cap summation I from 1 to n wi yi minus beta naught cap minus beta 1 cap xi whole square, where yi is equal to 1 by xi square.